ഇന്നലെ കഴിഞ്ഞ കളികളിൽ നെതർലാൻഡ്സും ജാപ്പാനും തമ്മിലുള്ള കളി അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് ത്രില്ലർ എന്ന് പറയാവുന്ന രീതിയിൽ വളരെ നമ്മളൊരു നല്ല ഫുട്ബോളിനെ കാണിച്ചു തന്ന ഒരു കളിയും കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നുണ്ട് ഇതിനകത്ത് ഈ ടൂർണമെന്റിൽ ഒരു ഡാർക്ക് ഹൗസ് ആവാനൊക്കെ സാധ്യതയുള്ള ഒരു ടീമാണ് ജപ്പാൻ. പക്ഷെ ജപ്പാൻ മറ്റേതിനേക്കാളും അതായത് നെതർലാൻഡ്സിനെക്കാട്ടും കൂടുതൽ പലപ്പോഴും പെർഫെക്ഷനോടുകൂടി കളിച്ചായിട്ട് നമുക്ക് തോന്നും. ദിലീപ് കളിയെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ശരിക്കും ടോട്ടൽ ഫുട്ബോൾ, പണ്ടത്തെ ടോട്ടൽ ഫുട്ബോൾ കളിച്ചത് ഇന്നലെ ജപ്പാനാണ്. ഒരു വിങ് ബാക്ക് ഒക്കെയാണ് അവരുടെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. അപ്പൊ നെതർലൻഡ്സ് മോശമായി കളിച്ചു എന്നല്ല ഞാൻ പറയും. രണ്ട് ടീമുകളും രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ചും കളിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്ലാസിക് ആവാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ശരിക്കും അങ്ങനെയായിരുന്നു. ആദ്യം നെതർലൻഡ്സ് ഒരു വളരെ മികച്ചൊരു ഹെഡഡ് ഗോൾ, അത് പവർ അല്ല, ജസ്റ്റ് പ്ലേസ്മെന്റ് മാത്രം, വാൻഡാക്കിന്റെ ഹെഡ്. പിന്നെ ജപ്പാൻ തിരിച്ചു വരുന്നു. സമവലിനെ റൈറ്റ് സൈഡിൽ കളിച്ചത് തന്നെ നല്ലൊരു തന്ത്രമായിരുന്നു. എന്ന് വെച്ചാൽ ലെഫ്റ്റ് വിങ്ങർ ആണ് ശരിക്കും. പക്ഷെ മെസ്സിയും മോസാലയൊക്കെ മുമ്പ് കളിച്ചിട്ടുള്ള പോലെ റൈറ്റ് വിങ്ങിന്ന് ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള കളിക്കാരൻ കട്ട് ചെയ്ത് വരുമ്പോ എപ്പോഴും ഡിഫൻഡേഴ്സിന് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് റോണൽ കൂമന്റെ ഐഡിയ ആയിരുന്നില്ല. വിൻയോങ് എന്ന് പറഞ്ഞ അവരുടെ അസിസ്റ്റന്റ് കോച്ച് തീരുമാനിച്ചതാണ് സമവലിനെ അവിടെ കളിപ്പിക്കാൻ, പ്രാക്ടീസിൽ കണ്ടിട്ട്. അത് ഒരു ഉഗ്രൻ ഗോൾ അടിക്കുകയും ചെയ്തു. പക്ഷെ അവിടെയാണ് നെതർലൻഡ്സിന് പാളിപ്പോയത്. ആ 2-1 ലീഡുള്ള സമയത്ത് ഒരു മിഡ്ഫീൽഡറെ ഗ്രാവൻബർച്ചിനെ മാറ്റി ഡിഫൻഡറെ കൊണ്ടുവരുന്നു, നേത്തനാക്കിയെ കൊണ്ടുവരുന്നു. അതിനു മുമ്പ് സമവലിനെ മാറ്റി ഒരു വൈറ്റ് പ്ലെയറെ മാറ്റി മിഡ്ഫീൽഡറായിട്ട് ടിംബറിനെ കൊണ്ടുവരുന്നു. അപ്പൊ ഒരു അറ്റാക്കിംഗ് മൊമെന്റം കുറെ പോയി. പിന്നെ ജപ്പാൻ ഇങ്ങനെ മുന്നേറി എപ്പോ ഗോള് വരുന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അത് ഗോള് വന്നത് കുറച്ച് ഭാഗ്യമാണ്. ഒരു ഡിഫ്ലക്ഷൻ, ഓഗാവയുടെ ഹെഡർ ഡിഫ്ലക്ട് ചെയ്ത് കമാഡ് സ്കോർ ചെയ്യുന്നു. പക്ഷെ അത് അർഹിച്ച ഒരു ഈക്വലൈസർ ആണ് ജപ്പാൻ. പിന്നെ ഇതിനകത്ത് ഒരു ഫുട്ബോളിംഗ് മെസ്സേജ് ഇല്ലേ? അതായത് ഇപ്പം രണ്ട് പ്രാവശ്യവും പിന്നിൽ നിന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു മൊമെന്റം അല്ലെങ്കിൽ അതിന്റെ ഒരു എനർജി അവസാനം വരെ ജപ്പാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ ടീമിന്റെ മനക്കരുത്ത് ഭയങ്കരമാണ്. ഇപ്പൊ അവര് ഈ ടൂർണമെന്റിൽ കളിക്കേണ്ട അവര് ക്യാപ്റ്റൻ പുറത്തായി, വട്ടാറു എൻഡോ. മിനമീനോ മുമ്പ് തന്നെ മൊണക്കോന്റെ കളിക്കാരന് നീ ഇഞ്ചുറി ആയിട്ട് പുറത്തായി. അവരുടെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർവേഡ് പ്ലെയർ ബ്രൈറ്റന്റെ കൗറു മിറ്റോമ ഇതേപോലെ ടൂർണമെന്റിന് കുറച്ച് മുമ്പ് ഹാംസ്ട്രിങ് ആവുന്ന ഒരു ഇഞ്ചുറി ആയിട്ട്. അങ്ങനെ 3 പ്രധാനപ്പെട്ട കളിക്കാരില്ലാതാണ് അവർ കളിക്കുന്നത്. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വലിയ മാച്ച് ആകുമ്പോൾ അവർക്ക് എങ്ങനെ കളിക്കണം എന്നറിയാം. ഇന്നലെ അവർക്ക് 40% പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ തവണ അവരുടെ അടുത്ത് ബോൾ കിട്ടുമ്പോഴും അവരൊരു ത്രെറ്റ് ആയിരുന്നു. നമ്മളിപ്പോ മിഡ്ഫീൽഡിനെ പറ്റി ബ്രസീലിന്റെ കാര്യമൊക്കെ പറഞ്ഞു, മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി ഇല്ല. ജപ്പാനും അങ്ങനെ വലിയൊരു എന്താ പറയുക, നമുക്കൊരു സീക്കോ സോക്രട്ടീസ് ലെവലിലുള്ള മിഡ്ഫീൽഡേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ അവരുടെ വൈറ്റ് പ്ലെയേഴ്സ് ഇപ്പൊ വിങ് ബാക്സ് ആയി കളിക്കുന്നവർ, ഇന്നലെ ഗോൾ അടിച്ച നാക്കമൂറ ആയാലും റിറ്റ്സു ഡോവാൻ, ഇവരൊക്കെ ആ ഒരു അറ്റാക്ക് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് വൈറ്റ് പൊസിഷൻസ് അവർക്ക് ക്രിയേറ്റിവിറ്റി കിട്ടുന്നു. അപ്പൊ മിനിമം അതെങ്കിലും വേണം ഒരു ടീമിന് ജയിക്കണമെങ്കിൽ. പൊതുവെ നമുക്കൊക്കെ ഒരു ആവേശമുള്ള ഒരു സംഗതിയാണല്ലോ ജപ്പാൻ. നമ്മളെ നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഒരു ടീം പോലെയൊക്കെ വിചാരിക്കാമല്ലോ. എങ്ങനെയാണ് അത് ഏഷ്യൻ ഫുട്ബോളിനെ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇപ്പൊ സംസാരം മുഴുവൻ ആഫ്രിക്കൻ ടീംസിനെ പറ്റി. ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ ടീമിന് ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ മൊറോക്കോന്റെ പ്രദർശനത്തിന് ശേഷം. പക്ഷെ ഏഷ്യൻ ടീംസ് വളരെ നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടില്ല. കൊറിയ ജയിച്ചു, ജപ്പാൻ ജയിച്ചു, ഖത്തർ സമനില പിടിക്കാൻ പറ്റി, ഓസ്ട്രേലിയ ജയിച്ചു. അപ്പൊ അത് വളരെ നല്ലൊരു തുടക്കമാണ് ശരിക്കും ഏഷ്യൻ ടീംസിന്. പിന്നെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് മാതൃകയായിട്ടുള്ളത് ശരിക്കും കൊറിയയും ജപ്പാനും ആണ്. എന്താ വെച്ചാൽ അവരുടെ സ്ട്രെങ്ത് എന്താണ് അവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇപ്പൊ നെതർലൻഡ്സിനെതിരെ, ഒരു വെർജിൽ വാൻഡൈക്കിനെതിരെ കളിക്കുമ്പോൾ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ആ ബാറ്റിൽ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ജപ്പാൻ എന്ത് ചെയ്തു, വാൻഡൈക്ക് എത്ര മികച്ച ഡിഫൻഡർ ആയാലും അവർക്ക് തിരിഞ്ഞു ഓടാൻ ഇഷ്ടമല്ല. ബോൾ ഫേസ് ചെയ്യുമ്പോഴാണ് എല്ലാ ഡിഫൻഡേഴ്സും കംഫർട്ടബിൾ ആവുക. അപ്പൊ ഇന്നലെ ജപ്പാൻ മറ്റേ വൈഡ് പൊസിഷനും സ്ട്രേറ്റ് പൊസിഷനും വാൻഡൈക്കിന്റെ പുറകിലേക്ക് പാസ്, ലോങ് ബോൾ ഇട്ടിട്ട് സ്പീഡുള്ള കളിക്കാരെ കൊണ്ട് അത് ചേസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പല ചാൻസസ് അവർക്ക് സൃഷ്ടിക്കാൻ പറ്റി. അപ്പൊ അവർ വളരെ സ്മാർട്ടായി കളിക്കണം. അവരുടെ സ്പീഡ് വളരെ സ്കിൽഫുൾ ടെക്നിക്കൽ കളിക്കാരാണ്. സ്പീഡും ഉണ്ട്, പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കിൽ. പിന്നെ പെട്ടെന്ന്
ഇന്നലെ കൂബോ ഒക്കെ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഡിഫൻഡേഴ്സ് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഷോട്ട് എടുത്തു കഴിഞ്ഞു. അത് ജസ്റ്റ് ബാറിന്റെ മേലെ കൂടി പോയി. അപ്പൊ ആ ടെക്നിക്കൽ സ്കില്ല് വളരെ ഹൈ ആണ്. അത് ഈ അക്കാഡമി സിസ്റ്റം, ക്ലബ് സിസ്റ്റം കാരണം. പിന്നെ ആ സ്പീഡും. അപ്പൊ അത് നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് വേറെ ആരുടെയും സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന് പകരം നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണം ശരിക്കും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇന്റർനാഷണൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ക്ലബിന് വേണ്ടി കളിക്കുന്ന കളിക്കാർ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം ഒരു നാഷണൽ ടീമിനെ ഉയർത്തുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇന്നലെയും ഞാൻ നോക്കാൻ നടന്ന പല കളികളും. വലിയൊരു വ്യത്യാസമാണ്. ഇപ്പൊ കൊറിയയുടെ സോൺ ഹ്യൂങ്മിൻ ടോട്ടം ഹോട്ട്സ്പറിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ച കളിക്കാരനാണ്. ഇപ്പൊ ഇന്നലെ ഗോൾ അടിച്ച് ഡൈച്ചി കാമഡ യൂറോപ്പ് കോൺഫറൻസ് ലീഗ് ജയിച്ചു ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ. അവരുടെ ക്യാപ്റ്റൻ ഇപ്പൊ ഇല്ല, വറ്റാരോ എൻഡു ലിവർപൂൾ പ്ലെയർ ആണ്. അപ്പൊ അങ്ങനെ എല്ലാ ടോപ്പ് ക്ലബ്സിൽ കളിക്കുന്ന എത്രയോ കളിക്കാരുണ്ട്. ഇപ്പൊ ജപ്പാന്റെ സ്ക്വാഡിൽ 23 പേര് യൂറോപ്പിൽ കളിക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും ടോപ്പ് ക്ലബ്സ് അല്ലെങ്കിലും ആ ഏറ്റവും മികച്ച ലീഗുകളിൽ കളിച്ച അനുഭവം, അത് കാരണം അവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. ഇപ്പൊ ഒരു നെതർലൻഡ്സിനെ കളിക്കുമ്പോഴോ ജർമ്മനി കളിക്കുമ്പോഴോ പണ്ട് അത് ഉണ്ടായിരുന്നു. പണ്ടോ അയ്യോ നമ്മൾ വലിയ കളിക്കാരുടെ എതിരെയാണല്ലോ കളിക്കണം എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊന്ന് ജർമ്മനിയും ക്യൂറസോ ആയിട്ടുള്ള കളിയാണ്. അതിനകത്ത് പിന്നെ ആരും അങ്ങനെ ജർമ്മനിയെ തോൽക്കുന്നോ അല്ലെങ്കിൽ ജർമ്മനിനെ സമനില പിടിക്കാൻ പറ്റുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ പോലും ഒരു ഫസ്റ്റ് ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഗോൾ തിരിച്ചടിക്കാൻ കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു പെട്ടെന്നും ഇതിനകത്ത് സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു എനർജി, അതൊക്കെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ജർമ്മനിയെ ഒന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും വെറുപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ എന്നുള്ള ഗോൾ ഒരു സാധാരണ ജർമ്മൻ പ്രകടനം എന്നുള്ള ഇതിലേ കാണേണ്ടതുള്ളൂ. അത് ദിലീപ് എങ്ങനെ കാണുന്നത്? അത് ഒരു നിമിഷം എനിക്ക് തോന്നുന്നു ആദ്യം നേരത്തെ ജർമ്മനി ലീഡ് എടുത്ത നെമേച്ചിയുടെ ഉഗ്രൻ ഗോളായിരുന്നു. 1-2 ഫ്ലോറിയൻ വിർട്സുമായിട്ട് കേൾ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോ ജർമ്മനി വിചാരിച്ചു ഇന്ന് നമുക്ക് വെറുതെ ഒരു പ്രാക്ടീസ് കളി പോലെ കളിച്ചാ ജയിക്കുന്നു. അവര് പക്ഷെ കുറുസാവിന് കുറച്ച് കൗണ്ടർ അറ്റാക്കില് സ്പീഡില് കളിക്കാനുള്ള കുറച്ച് കളിക്കാരുണ്ട്. അപ്പൊ ആ ഒരു നിമിഷം ഒരു ചാൻസ് കിട്ടിയപ്പോ അവര് മുതലാക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ അവര് ആകപ്പാടുള്ള ഫോക്കസ് പോയി. ആ ആഹ്ലാദവും സന്തോഷവും ഒക്കെ കൂടിയായിട്ട് കളിക്കാർ അവരുടെ പൊസിഷണൽ ഡിസിപ്ലിൻ ഒക്കെ മറന്നു. ഡിക്ക് അഡ്വക്കാറ്റിന്റെ മുഖം നമുക്ക് കാണാമായിരുന്നു. 40 കൊല്ലം കോച്ച് ചെയ്തിട്ടുള്ള മനുഷ്യന് ഈ കളിക്കാർ അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നില്ല, മാർക്ക് കോർണറിലൊക്കെ പ്രത്യേകിച്ച് നിക്കോ ഷ്ലോട്ടബെക്ക് ഒരു ലാംപോസ്റ്റിന്റെ അത്ര പൊക്കമുള്ളതാ. പല സമയത്തും ആരും മാർക്ക് ചെയ്യണ പോലും ഉണ്ടായിരുന്നില്ല ഓപ്പൺ ബോക്സിൽ. അപ്പൊ അതൊക്കെ കാണുമ്പോ കോച്ചിന് ഇങ്ങനെ ദേഷ്യം വരുന്നത് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ കളിക്കാർ അവരുടെ ലോകകപ്പ് അച്ചീവ് ചെയ്തു എന്നുള്ള പോലെ ഒരു ഗോൾ അടിച്ചത് കാരണം. അപ്പൊ പക്ഷെ അടുത്ത 2 കളി അവർ ഇതിൽ നന്നായി കളിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഒരു റിലീസ് കാരണം പറ്റിയതാണ്. ജർമ്മനിയെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആദ്യം ഒരു കുറച്ചൊരു ഇതായിട്ട് കളിച്ചെങ്കിലും 2018 2022 കണ്ട് ജർമ്മനി ഉണ്ടല്ലോ, ആദ്യം തന്നെ നമുക്ക് തോന്നുമായിരുന്നല്ലോ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് അത്ര നന്നായി കളിച്ചില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇനി അങ്ങോട്ടുള്ള ജർമ്മനി എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഒന്നും പറയാനായിട്ടില്ല. ശരിക്കുള്ള ഒരു ടെസ്റ്റ് ഐവറി കോസ്റ്റ് ആദ്യം, പിന്നെ എക്വഡോർ. ഇത് രണ്ടും വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ടീംസ് ആണ്. ജർമ്മനിയുടെ ആണെങ്കിൽ കുറെ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന്. പക്ഷെ ഇപ്പൊ ഫ്ലോറിയൻ വിയർട്സ് ആയാലും മുസിയാല ആയാലും അവരങ്ങനെ ഒരു ഫിസിക്കൽ പ്ലേയേഴ്സ് അല്ല. അപ്പൊ അവരെ വളരെ ടൈറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യും, ഐവറി കോസ്റ്റ് ആയാലും എക്വഡോർ ആയാലും. അപ്പൊ ആ കളികളിലാണ് ശരിക്കും ഈ ജർമ്മൻ ടീമിന്റെ നിലവാരം എന്താന്ന് മനസ്സിലാവുക. ഐവറി കോസ്റ്റ് ഇപ്പൊ ആദ്യമായിട്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് കയറുന്നുള്ള അവസ്ഥയിലാണ്. ഈ എക്വഡോർ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഗോളും ആയിരുന്നല്ലോ. അപ്പൊ എങ്ങനെയാണ് ഐവറി കോസ്റ്റിന്റെ ഒരു സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? ഐവറി കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഫ്രിക്കയിൽ നിന്ന് 3-4 വളരെ ശക്തമായ ടീമുകൾ ഉള്ളത്. ഒന്ന് സെനഗൽ, ഒന്ന് മൊറോക്കോ, പിന്നെ ഐവറി കോസ്റ്റ് ആണ്. അവർക്ക് അത്രയും ഡെപ്ത് ഉണ്ട്. ഇന്നലെ വിന്നർ അടിച്ച അഹമ്മദ് ദിയാലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബെഞ്ചിൽ നിന്ന് വന്നതാണ്. 55-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയതാണ്. ഭാവിയിലത്തെ താരങ്ങളാവുമ്പോൾ ഇന്നലെ യാൻ ഡിയമാൻഡിന്റെ കളി കുറെ പേര് ആദ്യമായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് ക്ലബുകൾ 100 മില്യൺ യൂറോ വരെ കൊടുക്കാൻ തയ്യാറാവുണ്ടെന്ന് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും ഇന്നലത്തെ കളിയിൽ നിന്ന്. അതേപോലെ ബൂസമാന ടോറെ എന്ന് പറഞ്ഞ ഹോഫൻഹൈമിന്റെ വിന്നർ ഉണ്ട്. അയാൾ ഇന്നലെ നന്നായി കളിച്ചു. അപ്പൊ ആ ഒരു ത്രെറ്റ് ഉള്ള ടീമാണ്. പിന്നെ
എക്വഡോറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മികച്ച ഡിഫൻസ് ഫിസിക്കൽ ടീമാണ്. ആ ഫിസിക്കാലിറ്റി മാച്ച് ചെയ്യാൻ പറ്റി ഐവറി കോസ്റ്റ്. പ്രത്യേകിച്ച് കൈസെഡോനൊക്കെ ആദ്യം തന്നെ ശരിക്കും ഒരു ഫൗൾ ചെയ്ത് ഒരു ഷേപ്പിലാക്കി, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി, നിങ്ങളാണ് മറ്റേ ഓപ്പോസിഷന്റെ ഏറ്റവും ടഫ് പ്ലെയർ, ഞങ്ങൾക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ അവര് ഫിസിക്കലായിട്ട് എല്ലാ ടീമിനും നല്ലൊരു ചാലഞ്ച് ആയിരിക്കും. ഇന്നലെ ശരിക്കും ഐവറി കോസ്റ്റിനെതിരെ പിന്നെ എക്വഡോറിന് ഗോൾ അടിക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നല്ലോ നല്ല രീതിയിൽ. 2 തവണ ബാർ തട്ടി, മറ്റവരും 1 തവണ ഒരു പോസ്റ്റും തട്ടി എക്വഡോർ. ഇപ്പൊ ചാൻസസ് ഉണ്ടാവാതെ അല്ല. ഇപ്പൊ മറ്റെനിക്ക് തോന്നുന്നു യബോയായിരുന്നു ഒരു ആദ്യം ബാർ തട്ടുന്നത്, പിന്നെ മിൻഡ, ഇവര് രണ്ടുപേരും നല്ല ചാൻസ് ആയിരുന്നു. ഒന്ന് ബാറിന്റെ മേതെ കൂടി എന്നെ വലൻസി ആദ്യം തന്നെ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ. ഇപ്പൊ ചാൻസസ് ഉണ്ടായിരുന്നു എക്വഡോറിന്. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഗോൾ അടിക്കാൻ മടിയുള്ള ഒരു ടീമാണ്, ആ ഫിനിഷിംഗ് ഇല്ലാത്തൊരു ടീമാണ്. പിന്നെ സ്വീഡനും ട്യൂണീഷ്യയും തമ്മിലുള്ള കളിയാണ്. അതിനകത്ത് ഏതാണ്ടത് മറ്റേ നമ്മൾ പറഞ്ഞ ജർമ്മനിയുടെ കളി പോലെ തന്നെ ഏകപക്ഷീയമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെ സംഭവിക്കേണ്ട ഒരു ടീമല്ലല്ലോ ട്യൂണീഷ്യ. എന്നാൽ എന്താണ് സ്വീഡൻ അത്രയും അപ്പർ ഹാൻഡ് ഉണ്ടാവാനുള്ള കാരണം? നമ്മൾ ഇതിന് കളിക്ക് മുമ്പ് സംസാരിച്ചപ്പോ പറഞ്ഞത് ഈ സ്വീഡനിൽ ഉള്ളത് 2 വേൾഡ് ക്ലാസ് സ്ട്രൈക്കേഴ്സ് ആണ്. ആകെ 8 ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഇന്നലെ ഉണ്ടായിരുന്ന, 5 ഗോൾ. അതാണ് അത് ഭയങ്കര. ഇപ്പൊ നിങ്ങൾ എക്വഡോറിന്റെ കാര്യം പറഞ്ഞു, അതിനു മുമ്പ് പല ടീമുകളുടെ സ്വിറ്റ്സർലൻഡ്, ഇവരൊക്കെ എത്രയോ ചാൻസസ് പാഴാക്കിയിട്ടുണ്ട് അവരുടെ കളികൾ. അങ്ങനെ ഒരു ടീമിന് ലോകകപ്പ് ജയിക്കാൻ പറ്റില്ല. പിന്നെ സ്വീഡന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് 2 സ്ട്രൈക്കേഴ്സ് വെച്ച്, ഇപ്പൊ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയൊരു സിസ്റ്റമാണ്. ഇപ്പൊ എല്ലാവരും ഒരു സ്ട്രൈക്കർ, ഒരു സെൻട്രൽ സ്ട്രൈക്കർ വെച്ച്. ഇത് രണ്ടുപേരും പ്രോപ്പർ നമ്പർ 9s ആണ്, യോക്കേഴ്സ് ആയാലും ഇസാക്ക് ആയാലും. അത് അവര് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇസാക്കിന് 2 അസിസ്റ്റ്, മറ്റേ ആൾക്ക് 1 അസിസ്റ്റും, 2 പേർക്കും ഓരോ ഗോളും. അപ്പൊ അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് കോമ്പിനേഷൻ ആണ്. പിന്നെ യാസിൻ അയാറി ഗോളൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അമ്മയാണ് തോന്നുന്നു ട്യൂണിസ്യൻ, അച്ഛൻ മൊറോക്കനാണ്. അപ്പൊ ഒന്നും സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ മികച്ച 2 ഗോളായിരുന്നു ലോങ് റേഞ്ച്. അയാറി ഇതേപോലെ ബ്രൈറ്റണിന് കളിക്കുന്ന കളിക്കാരൻ ഈ ടൂർണമെന്റ് കഴിയുമ്പോഴേക്കും പല വലിയ ക്ലബുകളും നോക്കും. ഇന്ന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 കളികൾ ഇന്നലെ നാളെ രാവിലെ ആയിട്ട് വരാൻ പോകുന്നുണ്ട്. അതിലൊന്ന് ബെൽജിയം ഈജിപ്താണ്. നമ്മൾ നേരത്തെ ബെൽജിയത്തിന്റെ ഒരു ക്വാളിറ്റീസും ഈജിപ്തിന്റെ സാധ്യതകളും, പ്രത്യേകിച്ചും സാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കളി ഒന്ന് പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ദിലീപ് അതിനെ പറ്റി എങ്ങനെ പറയാം? എന്റെ പ്രതീക്ഷ ഈജിപ്ത് കുറച്ചും കൂടി ഓപ്പണായി കളിക്കുന്നതാണ്. പലപ്പോഴും ആഫ്രിക്കയിലത്തെ ഏറ്റവും മികച്ച ടീമാണ് കുറെ കാലമായിട്ട്. എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ നന്നായി ചെയ്യുന്ന ഒരു ടീം. പക്ഷെ അവർക്ക് എന്തോ ഒരു ലോകകപ്പ് അല്ലെങ്കിൽ ഒരു വലിയ മാച്ച് വരുമ്പോൾ, ആഫ്കോൺ ഫൈനലായാലും ശരി, വല്ലാതെ നെഗറ്റീവായിട്ട് കളിക്കുന്ന ഒരു ടീം, തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ടീം. ശരി, ഈ കളിക്കാരെ വെച്ചിട്ട് സാല, മാർമൂഷ്, ട്രെസിഗെ, ഈ കളിക്കാരെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ഫുട്ട് കളിക്കാൻ പറ്റും, കൊറിയ കളിച്ച പോലെ, ജപ്പാൻ കളിച്ച പോലെ. അപ്പൊ അങ്ങനെ കളിച്ചാൽ അവർക്ക് ശരിക്കും ബെൽജിയമിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. എന്താ വെച്ചാൽ ബെൽജിയം ബാക്ക് ലൈൻ അത്ര സ്ട്രോങ് അല്ല. ബെൽജിയമിന്റെ ശക്തി മുഴുവൻ മിഡ്ഫീൽഡിലെ കെവിൻ ഡെ ബ്രൂയ്ന, യൂറി ടീലെമൻസ്, ഫ്രണ്ട് ലൈനിൽ ഡോക്കു, ലുക്കാക്കു, അങ്ങനത്തെ കളിക്കാരാണ്. ഡിഫൻസിനെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഈജിപ്റ്റ് ഒരു പോസിറ്റീവായിട്ട് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ. രണ്ടാമതൊരു കളിയുള്ളത് സ്പെയിനും കേപ്പ് വെർഡുമാണ്. അത് അതിനകത്ത് ഒരു ഏകപക്ഷീയമായ കളിയായിരിക്കും അതിനകത്ത് സംഭവിക്കുക. അങ്ങനെ പേടിക്കുന്നുണ്ട് പലരും. മിക്കവാറും എന്താ വെച്ചാൽ കേപ്പ് വെർഡ് ഇവിടെ എത്തിയത് തന്നെ വലിയൊരു കാര്യം. മിക്കവാറും ഇനി നമ്മുടെ ജീവിതകാലത്തിൽ അവരെത്തുന്ന, ആഫ്രിക്കയിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ട്. 53 രാജ്യങ്ങളുണ്ട് അവിടെ. ഇപ്പൊ വീട്ടിലിരിക്കണവര് കാമറൂണും നൈജീരിയ ഒക്കെയാണ്. കാമറൂണിനെ തോൽപ്പിച്ചിട്ടാണ് കേപ്പ് വെർഡ് ഇവിടെ എത്തിയത്. പക്ഷെ സ്പെയിൻ നമ്മൾ യൂറോയിൽ കണ്ടതാണ്, വളരെ മികച്ച ടീമാണ്. ഇപ്പൊ യമാല് കളിച്ചാലും കളിച്ചില്ലെങ്കിലും അവർക്ക് അത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർവേഡ് ലൈനിൽ ശരിക്കുള്ള ഒരു നമ്പർ 9 ഇല്ലെങ്കിലും മിഡ്ഫീൽഡിൽ നിന്ന് ഗോൾ അടിക്കാൻ, അല്ലെങ്കിൽ വൈഡ് പൊസിഷനിൽ നിന്ന് ഗോൾ അടിക്കാനുള്ള കളിക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ടീമിനെതിരെ സ്പെയിൻ പതറുന്നു എനിക്ക് തോന്നുന്നില്ല. ഉറുഗ്വേ സൗദി അറേബ്യ കളിയിലോ, പ്രത്യേകിച്ചും സൗദി അറേബ്യക്ക് ലാറ്റിൻ അമേരിക്കൻ ടീമിനോടൊക്കെ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു എനർജി വരുന്നുണ്ട് എന്നുള്ളത് രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പ്രകടനം വരുന്നത്.
പക്ഷെ ഉറുഗ്വ ഇപ്രാവശ്യത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എങ്ങനെയായിരിക്കും സൗദിയെ നേരിടുന്നത്? ഉറുഗ്വയുടെ ഏത് കളിയായാലും ഇവിടെ തീരുമാനിക്കാതെ എങ്ങനത്തെ ഏത് ഉറുഗ്വയാണ് വന്ന് കളിക്കാൻ പോണത്. അവര് ശാന്തമായിട്ട് ശരിക്കും കളിച്ചാൽ അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാനുള്ള കളിക്കാരുണ്ട്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ വാൽവേർഡെ ഒരു എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഓൾറൗണ്ട് മിഡ്ഫീൽഡറാണ് ലോക ഫുട്ബോളിൽ തന്നെ. പല പൊസിഷനും കളിക്കാൻ പറ്റുന്ന അത്രയും ഒരു ലീഡറുമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് പല കളിക്കാർക്കും മാർസലോ ബിയൽസയായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഈഗോ തർക്കങ്ങള്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ക്യാമ്പ് യുണൈറ്റഡ് ആണെങ്കിൽ അവർക്ക് സൗദി അല്ല ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധ കളിയിലല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ സൗദി അർജന്റീനയെ തോൽപ്പിച്ച പോലെ ഒരു അപ്സെറ്റിന് ഒരു പോസിബിലിറ്റി ആണ്. ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള കളി അതിന്റെ ഒരു ഫുട്ബോളിംഗ് ക്വാളിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇതുകൊണ്ട് തന്നെ പ്രാധാന്യം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കളിയാണ്. മാത്രമല്ല ഇറാൻ എങ്ങനെ കളിക്കുന്നു, ഇറാൻ എത്രമാത്രം സ്ട്രെസ്സിലാണ്, എത്രമാത്രം പ്രഷറിലാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിന്റെ ഒരു ഫുട്ബോൾ മെഷേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ആദ്യം ദിലീപ് കാണുന്നത്? ഫുട്ബോൾ ഇത് വെച്ച് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇറാനാണ് നല്ല കളിക്കാരുള്ള. അവർ ഈ ഏഷ്യന്ന് നന്നായി ക്വാളിഫൈ ചെയ്ത ഒരു ടീമാണ്. പക്ഷെ ഇപ്പൊ ഈ യുദ്ധം ഇതൊക്കെ ആയിട്ട് എങ്ങനെ ഉറുഗ്വയുടെ കാര്യം പറഞ്ഞാൽ ഫോക്കസ് എവിടെ ആയിരിക്കുന്നു നമുക്കറിയില്ല. കളിക്കാരുടെ ക്വാളിറ്റി വെച്ച് നോക്കിയപ്പോ മെഹദി തരമിയൊക്കെ യൂറോപ്പിൽ ഒരു കാലത്ത് ഏറ്റവും മികച്ച സ്ട്രൈക്കേഴ്സിൽ ഒരാളായിരുന്നു. എല്ലാ ക്ലബുകളും നോക്കിയിരുന്ന ഒരു സ്ട്രൈക്കറായിരുന്നു. ഇപ്പൊ സർദാർ അസ്മുൻ എന്ന ഒരു സ്ക്വാഡിൽ പോലും എടുത്തിട്ടില്ല. വേറെ ഒരു ഏഷ്യൻ ടീമിന് അങ്ങനത്തെ ഒരു കളിക്കാരനെ വീട്ടിലിരുത്തി വരാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഡെപ്ത് ആണ് അത് കാണിക്കുന്നത്. പക്ഷെ ന്യൂസിലൻഡ് ആണെങ്കിൽ വളരെ, ഇപ്പൊ നമ്മുടെ ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. പിന്നെ ഒരു ചാൻസ് കിട്ടിയാൽ അത് ഫിനിഷ് ചെയ്യാനുള്ള ക്രിസ് വുഡ് ഉണ്ട് അവർക്ക്. അപ്പൊ അവരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഓസ്ട്രേലിയ ടർക്കിയുടെ അടുത്ത് കാണിച്ച പോലെ 1-2 ചാൻസ് കിട്ടിയാൽ മതി. ഇറാന്റെ കളിക്കുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടല്ലോ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു നാഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പേഴ്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പം ഇറാന്റെ മറ്റു തരത്തിലുള്ള ആ കളിയുടെ മറ്റു പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? അത് ക്രൗഡിന്റെ റിയാക്ഷൻ എന്തായിരിക്കും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്താ വെച്ചാൽ ഇറാൻ എന്നുള്ള ഫാൻസ് ഒന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ ഖത്തറിൽ 40,000 ഫാൻസ് ഒറ്റയാണ് തെഹ്റാൻ, മഷാദ്, എസ്ഫഹാൻ അങ്ങനത്തെ നഗരങ്ങളിൽ നിന്ന് വന്നത്. ഇത്തവണ അതില്ല. എല്ലാ കാലത്തും ഇറാനിന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ 98 ഫ്രാൻസിലേക്കും അവർ കുറെ ഫാൻസിനെ കൊണ്ടുപോയി. ഇപ്പൊ എല്ലാ ലോകകപ്പിലും കാണുന്നത് ആ ഇറാന്റെ ഒരു ഭയങ്കര ഒരു ഫാൻ ബേസിന്റെ സപ്പോർട്ടാണ്. അത് തീരെ ഇത്തവണ ഉണ്ടാവില്ല. അത് മാത്രല്ല, ഇപ്പൊ വരുന്ന ക്രൗഡ് അവരെ കൂക്കുകയാണോ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതും കൂടി കണ്ടറിയണം.